മാസങ്ങൾ കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഓടിയ വാഹന ഉടമകൾക്ക് പണം നൽകിയില്ല. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 54 സോൺ തഹസിൽദാർക്ക് പരാതി നൽകി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 20 ദിവസത്തിലധികം സർവീസ് നടത്തിയ സ്വകാര്യ വാഹനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും തുക നൽകിയില്ലെന്ന് പരാതി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി RTOയുടെ നിർദ്ദേശപ്രകാരം വാഹനങ്ങൾ വിട്ടുനൽകിയവരാണ് വെട്ടിലായത്. മറ്റു മണ്ഡലങ്ങളിലെല്ലാം ഫണ്ട് ലഭിച്ചപ്പോൾ ജില്ലയിൽ പൊന്നാനി, തിരൂർ, തിരൂരങ്ങാടി താലൂക്ക് പരിധിയിൽ സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് തുക ലഭിക്കാത്തത്. പൊന്നാനി താലൂക്ക് പരിധിയിൽ ട്രാവലറുകൾ, ജീപ്പുകൾ, ഇന്നോവ കാർ ഉൾപ്പെടെ 35ഓളം വാഹനങ്ങളാണ് സർവീസ് നടത്തിയത്. ഓരോരുത്തർക്കും ശരാശരി 80,000 രൂപയോളമാണ് ഈ ഇനത്തിൽ ലഭിക്കാനുള്ളത്. 3-4 ദിവസങ്ങൾ കൂടുമ്പോൾ ഡീസൽ അടിക്കാൻ നൽകിയ 2,000 രൂപ മാത്രമാണ് വാഹന ഉടമകൾക്ക് ലഭിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഒബ്സർവേഷൻ, ഹോം വോട്ടിംഗ്, ഉദ്യോഗസ്ഥരെ ബൂത്തുകളിലെത്തിക്കുക തുടങ്ങിയ വിവിധ സേവനങ്ങളാണ് ഈ വാഹനങ്ങൾ വഴി നൽകിയത്. മാസങ്ങളായി വാടക ലഭിക്കാത്തതിനെ തുടർന്ന് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 54 സോൺ മലപ്പുറം ജില്ലാ കളക്ടർക്കും പൊന്നാനി തഹസിൽദാർക്കും പരാതി നൽകിയിരുന്നു. ട്രഷറിയിൽ തുക അനുവദിക്കാത്തതുകൊണ്ടാണ് കാലതാമസം നേരിട്ടതെന്നാണ് അധികൃതർ പറയുന്നത്. KP നൌഷാദ് അലി MLAയ്ക്കും പരാതി നൽകി. ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ 54 സോൺ സെക്രട്ടറി ഷറഫുദ്ദീൻ, പ്രസിഡന്റ് സിറാജ്, മനാഫ് പുറങ്ങ്, രഞ്ജിത്ത്, അരവിന്ദാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. നമ്മളെ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പൊന്നാനിയിലൂടെ ഏകദേശം 10-35ഓളം വാഹനങ്ങൾക്ക് 5 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ പേയ്മെൻറ്റ് പാസ്സായി കിട്ടിയിട്ടില്ല. നമ്മൾ 2-3 തവണ കളക്ടറേറ്റിലും അതിനു മുന്നേ തഹസിൽദാരുടെ അടുത്ത് നിരവധി കാര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഉദ്യോഗസ്ഥരുടെ അടുത്ത് പറഞ്ഞത് ട്രഷറിയിൽ ഫണ്ട് വന്നിട്ടില്ല, ഏത് നിമിഷം ഫണ്ട് വന്നാൽ നിങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരും എന്നുള്ളതാണ് അവർ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ ഏകദേശം നമ്മളൊരു സുഹൃത്ത് പുള്ളിയുടെ 4 വണ്ടി 22 ദിവസം വെച്ച് ഓടിയിരുന്നു. ഏകദേശം നല്ലൊരു എമൗണ്ട് കിട്ടാനുണ്ട്. ഈ 4 വണ്ടിയിൽ 4 ഡ്രൈവർമാർ ഇവർക്കുള്ള വേതനങ്ങൾ അന്നത്തെ വേതനം കൊടുക്കും, ഇതൊക്കെ ഒരിടത്ത് കൊടുക്കും. ഈ ടാക്സ് അടക്കമുള്ള റേറ്റ് ആയി കഴിഞ്ഞു. ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം എനിക്ക് ഡീസലിൻ്റെ അത് കഴിച്ചിട്ട് തന്നെ കിട്ടാണ്ട്. ഇത്ര കാലമായിട്ട് ഇപ്പോൾ ഒരു 4 മാസത്തോളമായിട്ട് ഡ്രൈവർമാരുടെ ശമ്പളമൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. ടാക്സ് അടക്കാനും എല്ലാ കാര്യത്തിനും വളരെ ബുദ്ധിമുട്ടിപ്പോൾ പോയിട്ടുണ്ട്. യുദ്ധം കഴിഞ്ഞതിന് ശേഷം ഈ മേഖല ഭയങ്കരമായിട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലെങ്കിലും ഈ ഓണായിട്ടെങ്കിലും ഈ ഫണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ നമുക്ക് റിലീസ് ചെയ്ത് തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.